തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയുടെ പ്രചരണം രണ്ടാം റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഗൃഹസന്ദർശനമൊക്കെയാണ്. ഇപ്പോൾ ഈ അനൂപ് ആന്റണിയുടെ ഫ്ലെക്സിനകത്തുള്ള ഒരു ടാഗ് ലൈൻ വാചകമുണ്ട്, അനൂപ് വരും, ഇനിയെല്ലാം ശരിക്കും ശരിയാക്കുമെന്നുള്ളത്. അപ്പോൾ എന്താണ് ഇനി ശരിക്കും ശരിയാക്കാനുള്ളത്? ഒട്ടേറെ കാര്യങ്ങൾ ശരിക്കും ശരിയാക്കാനുണ്ട്. കാരണം ഇവിടുത്തെ നിലവിലെ നിയമസഭാ അംഗം ഏകദേശം 20 വർഷമായി എല്ലാം ശരിയാക്കാം എന്നുള്ളൊരു ടാഗ് ലൈനുമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഇവിടെ MLA ആയിട്ട് തുടർന്നിട്ട് ഈ 20 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലയളവൊന്നുമല്ല. ഒരു 20 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് വലുതായ ഒരു യുവാവാവേണ്ട പ്രായമാണ്. ഒരു നാടിൻ്റെ മൊത്തം മുഖച്ഛായ മാറേണ്ട കാലഘട്ടമാണ്. ഞാനതുകൊണ്ട് കഴിഞ്ഞു, ഇനിയിപ്പം നമ്മൾ ഒന്നേം തുടങ്ങണം. ഇവിടെ തിരുവല്ല അപ്പോഴും ശിശുവാണെന്നാണ് പറയുന്നത്. ഇല്ലില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. തിരുവല്ല ഒട്ടേറെ കാര്യങ്ങളിൽ വളരെ മെച്യൂറാണ്. പക്ഷേ തിരുവല്ലയുടെ വികസനം ഇപ്പോഴും ശിശുവായിട്ട് തന്നെ കിടക്കുകയാണെന്നാണ് എനിക്ക്. തിരുവല്ല ശിശുവാണെന്നല്ല, തിരുവല്ലയുടെ വികസനം ശിശുവാണെന്ന് പറഞ്ഞതിന് യാതൊരു സംശയവുമില്ല. ത്രികോണ മത്സരത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടോ? അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് പോകുന്നുള്ളൊരു എന്താണ് അങ്ങനത്തെ ഒരു ഫീല്? അല്ല, എനിക്ക് തോന്നുന്നത് ഇത് വികസനമില്ലായ്മയും വികസനവും തമ്മിലുള്ള മത്സരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു ത്രികോണ മത്സരമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്ര നാളും ഇവിടെ ആളുകൾ കാത്തിരുന്ന ഒരു വികസനം ഉണ്ടായിരുന്നു. അത് കിട്ടാത്തതുകൊണ്ട് ഒരു വികസനമില്ലായ്മയുടെ ഒരു മൂഡ് ഇവിടെ മൊത്തത്തിലുണ്ട്. അവർ രണ്ടും ഒരുമിച്ച് പറയുന്നത് BJP ചിത്രത്തിലേ ഇല്ല എന്നാണ്. അപ്പോൾ അതിനുള്ള മറുപടി എന്താണ്? അതിനുള്ള മറുപടി ജനങ്ങൾ കൃത്യമായിട്ട് ഈ വരുന്ന 9-ാം തീയതി ജനങ്ങൾ കൊടുത്തുകൊള്ളും. കാരണം ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും മറുപടി കൊടുത്ത് സമയം വേസ്റ്റാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നുള്ള മറുപടി ജനങ്ങൾ കൊടുത്തുകൊള്ളും. ജനങ്ങളെ വില കുറച്ച് കാണരുത്, അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് തിരുവല്ലയിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ്, ലോകം കണ്ടവരാണ്, എക്സ്പോഷർ ഉള്ളവരാണ്, എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അതുമാത്രമല്ല പാരമ്പര്യവും ഉള്ളവരാണ്. അപ്പോൾ ഇത്രയുമുള്ള തിരുവല്ലയിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. അപ്പോൾ തിരുവല്ലയിലെ ജനങ്ങളെ വില കുറച്ച് കാണരുത്, അനൂപ് ആന്റണി വന്നാൽ എല്ലാം ശരിക്കും ശരിയാക്കും എന്ന് പറയുന്ന കാര്യം അത് യാഥാർത്ഥ്യമാണ് എന്നുള്ള ഉറപ്പാണ് അനൂപ് ആന്റണി നൽകുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.